പത്തനംതിട്ട കോന്നി പയ്യനാമൺ പാറമട അപകടത്തിൽ കണ്ടെത്തുവാനുള്ള ബീഹാർ സ്വദേശിക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. അപകടസ്ഥലത്ത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വീണ്ടും മലയിടിച്ചിലുണ്ടായതായാണ് രക്ഷാദൌത്യം നിർത്തുവാനുള്ള സാഹചര്യം. ഫയർഫോഴ്സ് സംഘത്തിന് പുറമെ 27 അംഗ NDRF സംഘവും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഖനനം സംബന്ധിച്ച് ജിയോളജി വകുപ്പിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്നും സംഭവ സ്ഥലത്തു നിന്നും വിശദാംശങ്ങളുമായി സുജുറ്റി ബാബുവും രാജ്കുമാറും ചേരുകയാണ്. ആദ്യം രാജ്കുമാറിനോടാണ്. രാജ്കുമാർ, ഇപ്പോൾ അവിടെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് ജില്ലാ കളക്ടർ അവിടെ സന്ദർശനം നടത്തിയത്. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ഏത് സാഹചര്യത്തിലാണ്? സുജുറ്റി ബാബു ആണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. സുജു, അവിടെ ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ ജില്ലാ കളക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സിലുള്ള 2 അംഗ സംഘം 3 ആളുകളാണ് ഇപ്പോൾ ഈ ഹിറ്റാച്ചി കിടക്കുന്ന സ്ഥലത്തേക്ക് വടം ഉപയോഗിച്ചെത്തി തിരച്ചിൽ നടത്തുന്ന ഏറെ ദുഷ്കരമായ ഒരു തിരച്ചിൽ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. 3 ഫയർഫോഴ്സിന്റെ 3 അംഗങ്ങൾ താഴേക്ക് ഇറങ്ങുന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ 3 അംഗങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 20 അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുക എന്നും ഫയർഫോഴ്സ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് ഇന്നലെ ഈ സംഭവം നടന്ന ശേഷം ഇതാദ്യമായാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് ഹിറ്റാച്ചി ഉള്ള ആ സ്ഥലത്തേക്ക് എത്തി നേരിട്ട് ഈ പാറക്കല്ലുകൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നലെ വലിയ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ടാസ്ക് ഫോഴ്സ് അംഗങ്ങളോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഹിറ്റാച്ചി, അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ വലിയ കൂറ്റം പാറക്കല്ലുകൾ മൂടപ്പെട്ട ഈ ഹിറ്റാച്ചിയിൽ നേരിട്ട് അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ഈ പാറക്കല്ല് കഷ്ണങ്ങൾ മാറ്റിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ ഇത് സാധ്യമായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഇത്തരം ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട്, വടം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ താഴേക്ക് ഇറങ്ങി ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലയിൽ നിന്ന് ആകാം അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു അനുമാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ ഫയർഫോഴ്സ് നടത്തുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കുള്ള തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ ഈ സംഭവം ഏതാണ്ട് ഉച്ചയ്ക്ക് 3:30 നടക്കുന്നതാണ്. ഇന്ന് ഇതുവരെയും അല്പസമയം വേണ്ട 9 മണി വരെയും രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചോളം അവർക്ക് ഈ ഹിറ്റാച്ചിയുടെ സമീപത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോഴാണ് ഹിറ്റാച്ചിയുടെ സമീപത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നതും അതിൻ്റെ പ്രവർത്തനം നേരിട്ടിറങ്ങി അവർ ഈ ഹിറ്റാച്ചിൽ നിന്ന് അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അത്തരം പ്രവർത്തനത്തിൽ അവർ നേരിട്ട് ഇറങ്ങി അവിടെ പാറക്കല്ലുകൾ നീക്കം ചെയ്തുകൊണ്ട് ഈ കാണാനുള്ള ആളെ, ഇനിയും കണ്ടുകിട്ടാനുള്ള ആളെ തിരയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഏറ്റവും പുതിയ വാർത്ത. സിന്ദൂരി. സുജു പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം, സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുള്ളൊരു രക്ഷാപ്രവർത്തനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്നലെ ഈ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ട സാഹചര്യം അവിടെ വീണ്ടും പാറയിടിച്ചിലുണ്ടായതുകൊണ്ടാണ് ഇന്നലെ ആ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും അവിടെ ഇറങ്ങിയിട്ടുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഈ ഹിറ്റാച്ചിയുടെ സമീപത്തെത്തി ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പാറ ഇടിച്ചിലുണ്ടാവാനുള്ള സാഹചര്യമുണ്ടോ? ആ ഒരു ഗുരുതരമായ മേഖലയിലാണോ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്? തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. കളക്ടർക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായൊരു പ്ലാൻ അവർ തയ്യാറാക്കും. ഇന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് 20 അംഗ സംഘമാണ്. അവർ അതിനെപ്പറ്റി വിലയിരുത്തിയ ശേഷമായിരിക്കാം ഇത്തരത്തിൽ ഒരു അപകടം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി അവർ തിരച്ചിൽ നടത്തുന്നത്. തീർച്ചയായിട്ടും അതിന് ഈ സിന്ദൂരി പറഞ്ഞതുപോലുള്ള അനിശ്ചിതത്വങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഇപ്പോൾ ഈ ഘട്ടത്തിലൂടെ തിരച്ചിൽ നടത്തണമെങ്കിൽ അതിൻ്റെ എല്ലാ ദൗത്യത്തിലേക്ക് ഫയർഫോഴ്സ് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ അതുപോലെ തന്നെ കൂടിയാലോചനകളെല്ലാം കൃത്യമായി നടത്തിയ ശേഷമാണ് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്.